ഹായ് നമസ്തേ കൂട്ടുകാരെ, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ യൂട്യൂബ് ചതിച്ചിരിക്കുന്നു. യൂട്യൂബ് നല്ലൊരു പണി, നല്ല പാലിൽ വെള്ളത്തിൽ പണി തന്നിട്ടുണ്ട്. 8ന്റെ പണിയെന്നോ 16ന്റെ പണിയെന്നോ 18ന്റെ പണിയെന്നോ എത്ര പറഞ്ഞാലും നമുക്ക് അത് കുറയില്ല. അത്രയും നല്ല അന്തസ്സോടുകൂടി യൂട്യൂബ് നമുക്ക് പണി തരും. ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് നമുക്ക് പണി തരാറുണ്ട് അല്ലേ? അപ്പൊ ഈ പ്രാവശ്യം തന്ന പണി എന്ന് പറയുന്നത് ഒരു വമ്പൻ പണിയാണ്. കാരണം നമ്മൾക്ക് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ശേഷം അതൊന്ന് എലിജിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കടമ്പകൾ കിടക്കണം. അതായത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ലേ? അതായത് ലോങ് വീഡിയോ ആണെങ്കിൽ 4000 മണിക്കൂറും ഷോർട്ട് വീഡിയോ ആണെങ്കിൽ 10 മില്യൺ വ്യൂസും ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ ഒന്ന് കടന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ക്രൈറ്റീരിയ കടന്ന് മോണിറ്റൈസേഷൻ ഒക്കെ എനിക്ക് കിട്ടിയത്. ഇപ്പൊ ദാണ്ടെ എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്താണ്? നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ചേഞ്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഞാൻ വിചാരിച്ചു ചേഞ്ച് ചെയ്യുമല്ലേ, അപ്പൊ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയൊരു വ്യത്യാസമേ കാണുള്ളൂ എന്ന് വിചാരിച്ചപ്പം ഇത് ഡബിൾ ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ലോങ് വീഡിയോയ്ക്ക് 4000 മണിക്കൂർ ആയിരുന്നു വേണ്ടതെങ്കിൽ ഇപ്പൊ 4000 മണിക്കൂർ അല്ല, 8000 മണിക്കൂർ. അയ്യോ, നമ്മുടെയൊക്കെ ഒരു ലോങ് വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പേര് കാണണം എന്നുണ്ടെങ്കിൽ എന്തോരം സമയം എടുക്കുന്നു, എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവിടെയാണ് അവര് 4000-ൽ നിന്നും 8000-ത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതും പോട്ടെ, അടുത്തൊരു ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ അപ്പം 90 ഡേയ്സ് അതിനുള്ളിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ മറ്റേ എത്രയാ 365 ദിവസം അതിനുള്ളിൽ മതിയായിരുന്നു 4000 മണിക്കൂറെങ്കിൽ അതിപ്പം 8000 ആക്കിയിട്ടുണ്ട്. എന്നാൽ 90 ദിവസം അതിനുള്ളിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ അവർ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് 10 മില്യൺ വ്യൂസ് അതായത് ഷോർട്സിൽ കിട്ടിയാൽ മതി എന്നായിരുന്നു. ഇവിടെ നമുക്ക് ഒരു ഒരു 1 മില്യൺ വ്യൂവിൽ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് 10 എന്നുള്ളത് 20 ആയിട്ട് അവർ ഡബിൾ ചെയ്തിരിക്കുന്നു. എന്ത് ചെയ്യും എന്ന് ഓർത്ത് നോക്കിക്കേ. അതും പോരാഞ്ഞിട്ട് അടുത്തത് നമുക്കിപ്പം എന്താ പറയാ, ജസ്റ്റ് മോണിറ്റൈസേഷൻ കിട്ടാനുള്ള ക്രൈറ്റീരിയ മാത്രമായിരുന്നു അല്ലെ? അതിനുശേഷം നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ വ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു നമുക്ക് ഏണിങ്സ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ വീണ്ടും പണി കിട്ടിയത്, അതിനകത്തും അടുത്തൊരു പണി, അതായത് പണിക്കകത്ത് വീണ്ടും മറ്റൊരു പണി. അതെന്താന്ന് വെച്ചാൽ 8000 അവേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, ലോങ് വീഡിയോസ് നമുക്ക് എലിജിബിൾ ആയി. നമുക്ക് അടുത്ത വ്യൂസ് ഇടുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തോരം വ്യൂസ് ആണ് അതിനനുസരിച്ച് ഏണിങ്സ് കിട്ടും. ഓക്കെ, പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വേഗം നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടാനും ഏണിങ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ, അതായത് സമയക്കുറവ്, അതിൽ സമയം ലാഭിക്കാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ ചെയ്യുന്നത്? ഷോർട്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ അടുത്തത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടിയ ശേഷവും നമുക്ക് ഏണിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ 1 മന്തിനുള്ളിൽ നമുക്ക് എത്ര ആ വ്യൂസ് 10 മില്യൺ വ്യൂസ് നിലനിർത്തിക്കൊണ്ടേയിരിക്കണം. അതായത് നമ്മളിടുന്ന ഷോർട്സിന് വ്യൂസ് കിട്ടിയാൽ മാത്രമേ നമുക്കതിൽ ഏണിങ്സ് കിട്ടുള്ളൂ. അല്ല നേരത്തെ പോലെയല്ല. ഇപ്പം ആ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഇത്ര, അതായത് 10 മില്യൺ വ്യൂസ് നമ്മളത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ അതിൽ നമുക്ക് 1 രൂപ പോലും വരുമാനം കിട്ടില്ല. അത് താഴെ വരെ എത്തിന്നിരിക്കട്ടെ, എന്നാൽ പോലും നമുക്ക് ഏണിങ്സ് കിട്ടില്ല. നമ്മൾ അത് എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം കണ്ടിന്യൂസ് വീഡിയോസ് മാത്രം അല്ലെങ്കിൽ യൂട്യൂബ് മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ അവർക്ക് പറ്റും. എന്തേ ഇങ്ങനെ വീഡിയോസ് ചെയ്യാനും ഷോർട്ട് വീഡിയോസ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാനും അതിൽ വ്യൂസ് ഇങ്ങനെ സ്റ്റക്ക് ചെയ്ത് നിർത്താനൊക്കെ ചിലപ്പോൾ അവരെ കൊണ്ട് പറ്റിയെന്നിരിക്കും. പക്ഷെ സാധാരണക്കാര് ജോലി ചെയ്ത ശേഷം യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്ന ആൾക്കാര്, അല്ലെങ്കിൽ എന്താ പറയാ, യൂട്യൂബ് ചാനൽ തന്റെ ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങൾ ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങളുടെ ഇടയിലൂടെ നമ്മൾ യൂട്യൂബ് കൊണ്ടുപോകുന്നവരുണ്ട്, നമ്മുടെ വരുമാനത്തിന് വേണ്ടിയിട്ട് മാത്രം. നമുക്ക് ഷോർട്സിൽ അപ്പം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്കൊന്നും ഈ എന്താ പറയാ, പുതിയ പുതിയ മാനദണ്ഡങ്ങളൊക്കെ വലിയ ഒരു ബർഡനായിട്ട് വന്നിരിക്കുകയാണ്. നമുക്കിതൊന്നും ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഭയങ്കര ഭാരമാണ് ഇതൊക്കെ. അതെങ്ങനെ പറ്റും? അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. 8000 പിന്നെയും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്നാ ഈ പറയുന്ന 20 മില്യൺ വ്യൂസ് അത് എങ്ങനെ പറ്റും? സാധാരണക്കാർക്ക് എങ്ങനെ പറ്റും? ഈ ഷോർട്സ് നിങ്ങൾക്കറിയാലോ, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അതായത് യൂട്യൂബിൽ വീഡിയോസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ? അവർക്ക് പറ്റും. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയല്ല. അല്ലാതെ എന്നെ പോലെ ബിഗിനേഴ്സിനും എങ്ങനെ യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്ത് വ്യൂസ് കൂട്ടാം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഞാൻ 2 ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഷോർട്ട് വീഡിയോസിൽ കൈവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് അതിന് ടൈം ഉണ്ടെങ്കിൽ, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് അതിന് പറ്റിയ കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അങ്ങനാണെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവരിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. അതെല്ലാം നിങ്ങൾക്കത് പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോ ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ലോങ് വീഡിയോ ചെയ്ത് നമ്മുടെ 8000 എന്നുള്ള ക്രൈറ്റീരിയയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അതായത് ലോങ് വീഡിയോ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ലോങ് വീഡിയോ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. അതായത് നിങ്ങൾ ഒരു ടോപ്പിക്ക്, നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്?
ഫാമിലി വ്ളോഗ് ആയിട്ടാണോ അതോ കുക്കിംഗ് വീഡിയോ ആയിട്ടാണോ, നിങ്ങൾ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഒരു ദിവസം എന്തായാലും നിങ്ങളുടെ വീഡിയോ 4 പേര് ശ്രദ്ധിക്കപ്പെടുകയും നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് 8,000 കിട്ടിയാൽ മതി. വേറൊരു കാര്യം കൂടി, യൂട്യൂബ് ചാനൽ ഇന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്നവർക്ക് ഒന്നും കൂടി എളുപ്പമാണ്. കാരണം 2027 ഫെബ്രുവരി 1 ശേഷമാണ് ഈ ഒരു ക്രൈറ്റീരിയ എല്ലാവർക്കും ആവുന്നത്. അതുവരെ നമുക്ക് എല്ലാവർക്കും ചാൻസ് ഉണ്ട് 4,000 വാച്ച് അവേഴ്സിൽ നമ്മുടെ മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് എടുക്കുക. അതായത് നമ്മുടെ ടോപ്പിക്കുകൾ, ട്രെൻഡിങ് ടോപ്പിക് എന്താണ്, അപ്പൊ നിങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, നിങ്ങൾക്ക് വലിയ വലിയ കണ്ടന്റുകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളെ കൊണ്ട് അത് കഴിയുന്നില്ല, നിങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള എന്താണോ നമ്മുടെ മലയാളത്തിൽ കേരളത്തിന്റെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള എന്ത് ടോപ്പിക്കാണുള്ളത് നിങ്ങൾ അതെടുക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുക. വീഡിയോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമുക്കൊരു ആപത്തായിട്ട് വരാൻ പാടില്ല. നിങ്ങൾ ആ തരത്തിൽ വേണം വീഡിയോ ചെയ്യാൻ. അപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആകുമ്പോൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഈ വീഡിയോ വേഗം എത്തും. പിന്നെ നല്ലൊരു തമ്പനെയിൽ ആകുമ്പോൾ ഉറപ്പായിട്ട് ക്ലിക്ക് ചെയ്യും. നല്ലൊരു പ്രസന്റേഷൻ ആകുമ്പോൾ നമ്മുടെ വീഡിയോസ് ഉറപ്പായിട്ടും അവർ കേൾക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോപ്പിക്കുകൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഇപ്പൊ റിയാക്ഷൻസ് അല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന എന്താണ് ടോപ്പിക്, ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ, നിങ്ങൾക്ക് രാഷ്ട്രീയം പറഞ്ഞാല എന്ത് പറയാനായിക്കോട്ടെ, അതിൽ നിങ്ങൾ നല്ലതുപോലെ റിസർച്ച് ചെയ്തിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്തിടുക. ഇത് ഇപ്പൊ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഒരു 10 മിനിറ്റത്തെ വീഡിയോ ഇട്ടെങ്കിൽ നിങ്ങൾ അത്രയും നല്ലപോലെ സംസാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 മിനിറ്റെങ്കിലും നിങ്ങളുടെ വീഡിയോ അവർ കണ്ടാൽ മതി. അതിന് എത്ര പേര് കാണുമ്പോൾ നമുക്ക് ഇത്ര അവേഴ്സ് കിട്ടും. അങ്ങനെ നമുക്ക് നമ്മുടെ അവേഴ്സ് കൂട്ടാൻ പറ്റും. അപ്പൊ ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആണ്, ട്രെൻഡിങ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇപ്പം 1000 പേരിലേക്ക് ക്ലിക്ക് ഇംപ്രഷൻ എത്തിക്കഴിയുമ്പോഴാണ് അതിൽ നിന്ന് ഒരു 200 പേരെങ്കിലും നിങ്ങളുടെ വീഡിയോസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണുകയെങ്കിലും ചെയ്യുന്നത്. അപ്പൊ അതിനെ ബേസ്ഡ് ആയിട്ട് വേണം നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസ് സെലക്ട് ചെയ്യുക. പക്ഷെ ആ വീഡിയോസ് എപ്പോഴും ട്രെൻഡിങ് ആയിരിക്കണം എന്ന് മാത്രം. അതായത് നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് അത്യാവശ്യമാണ്. നമുക്കൊന്ന് മോണിറ്റൈസേഷൻ ആയി കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് അല്ലേ. അല്ലെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചാൽ അടുത്ത ഫെബ്രുവരി 1 ശേഷം 8,000 വാച്ച് അവേഴ്സിന് വേണ്ടി നമ്മൾ പണിയെടുക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ തുടങ്ങുന്ന ആൾക്കാർക്ക് എത്രയും വേഗം മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനുള്ള ശ്രമം അത് നടത്തേണ്ടതായിട്ടിരിക്കുന്നു. അത് നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ടൈം ഫ്രീ ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എന്താ പറയാ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കുക. നിങ്ങളുടെ ആ ഒരു വീഡിയോ ആദ്യത്തെ ഒരു 2 മിനിറ്റ് കാണുമ്പോൾ തന്നെ അവർക്കത് മുഴുവനും കാണാം, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി അതിനകത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഉറപ്പായിട്ടും അവർ കണ്ടിന്യൂസ് ആയിട്ട് കാണുക തന്നെ ചെയ്യും. അത് ഷെയർ ചെയ്യാൻ അവർക്കത് മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ഷെയർ ചെയ്യുകയോ ഹൈപ്പ് ചെയ്യുകയോ ചെയ്തിരിക്കും. അത് 100% സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് AI വീഡിയോ യൂസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആകാൻ പറ്റും. നിങ്ങൾക്ക് നല്ലതുപോലെ ഒരു കാര്യം ഒരു ടോപ്പിക്ക് പ്രസന്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അതിന്റെ നല്ല അടിപൊളി സ്ക്രിപ്റ്റ് റെഡിയാക്കുക. ആ സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും 2 മിനിറ്റ് കൊണ്ട് ആളെ പിടിച്ചിരുത്തുന്നതായിരിക്കണം. അപ്പം അങ്ങനെയുള്ള സ്ക്രിപ്റ്റ് റെഡിയാക്കിക്കൊണ്ട് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ലോങ് വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ലോങ് വീഡിയോയും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യുകയും അത് വ്യൂവേഴ്സ് കാണുകയുണ്ടായാലും നിങ്ങളുടെ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് 4,000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയായി. പിന്നെ 8,000 വാച്ച് അവേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ കഷ്ടപ്പെടേണ്ടതായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എങ്ങനെയുള്ളതായിരിക്കണം നിങ്ങൾ ആദ്യം ഒന്ന് കൺഫേം ആക്കണം. നിങ്ങൾ എന്ത് തരം ടോപ്പിക് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മുടെ എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ. അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോസ് മറ്റൊരാളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തണം അതെങ്ങനെയാ വെച്ചാൽ അൽഗോരിതം, അത് വലിയൊരു സാധനമാണ് നമ്മുടെ യൂട്യൂബ് ചെയ്യുന്നതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അത് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ, നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുമ്പോൾ അവർക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയാ വ്യഗ്രത അല്ലെങ്കിൽ ഒരു ഇൻട്രഷൻ ഉണ്ടാകുന്ന വെച്ചാൽ അത് നമ്മുടെ തംബ്നെയിലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ എപ്പോഴും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം ഇപ്പൊ ഹാഷ്ടാഗിലോ ടാഗിലോ ഒന്നും വലിയ കാര്യമില്ല. അപ്പൊ നമ്മുടെ വീഡിയോസ് യൂട്യൂബ് സ്വയമേ ആണ് അത് മറ്റുള്ള നോട്ടിഫിക്കേഷൻ പുഷ് ചെയ്ത് എത്തിക്കുന്നത്. അപ്പം നമ്മളുടെ തംബ്നെയിൽ ഇംപ്രഷൻ കണ്ടിട്ടാണ് ആൾക്കാർ അത് ക്ലിക്ക് ചെയ്യുകയും നമ്മളുടെ വീഡിയോസ് വാച്ച് ചെയ്യുകയും. അപ്പൊ നേരത്തെ പോലെയല്ല, ടാഗിനനുസരിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഹാഷ്ടാഗിനനുസരിച്ചിട്ടോ അല്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യൂട്യൂബ് തന്നാൽ ഈ പണി അത്ര നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് 8ന്റെ പണി തന്നെയാ. ഇനി ചിലപ്പോൾ നമുക്കിത് സ്യൂട്ട് ആവുന്നില്ല എന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഇത് മാറ്റാനും ചാൻസ് ഉണ്ട്.
പക്ഷെ അത് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത വർഷം ഫെബ്രുവരി 1 ശേഷം നമുക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം അതിനുശേഷം നമ്മളുടെ യൂട്യൂബിന്റെ വളർച്ചയും നമ്മൾ എങ്ങനെയാണ് യൂട്യൂബിൽ പ്രസന്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമുക്ക് ഏണിങ്സ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് എല്ലാം യൂട്യൂബ് എല്ലാം അനലൈസ് ചെയ്യുമല്ലോ. എല്ലാം അനലൈസ് ചെയ്ത ശേഷം അത് നമുക്കത് വർക്ക് ആവുന്നില്ല എന്ന് കണ്ടു ചിലപ്പോൾ അവരുടെ അടുത്ത് മാറ്റുമായിരിക്കാം. കാരണം അങ്ങനെ മാറ്റണം എന്നാണ് എന്റെയും ഒരു ആഗ്രഹം. പക്ഷെ നോക്കാം. എന്നിരുന്നാലും ഫെബ്രുവരി 1 വരെ നമുക്ക് ചാൻസ് ഉണ്ട്. അതായത് ജനുവരി 31 വരെ നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വേഗം തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടു. പിന്നെ അവരുടെ ക്രൈറ്റീരിയക്ക് അനുസരിച്ച് നമ്മൾ ഇപ്പൊ എടുക്കുന്നതിനെക്കാളും ഇരട്ടി പണി എടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടം, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ ഈ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് അത് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ഹൈപ്പ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ എന്നെ രേഖപ്പെടുത്തി അറിയിക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. ബൈ.